ഒരുപാട് ഗൃഹാതുരത്വം സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. ബാല്യത്തെ ഇത്രയും കൂടുതൽ സ്വാധീനിച്ച വേറൊരു എഴുത്തുകാരി ഉണ്ടോ എന്ന് ചോദിച്ചാലും സംശയമാണ്. അവരുടെ കഥകൾ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു നിറഞ്ഞ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കഥകളിലുടനീളം ഒരു ഗൃഹാതുരത്വം മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. ബാല്യത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് യൗവനത്തിൽ കിട്ടാതായാലും മാധവിക്കുട്ടിയുടെ ഒരു പുസ്തകം വായിച്ചാൽ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. നാലപ്പാട്ടെ തറവാടും മാന്തോപ്പുകളും കുളങ്ങളും അരുവിയും പുഴയും കാവുകളും കുളങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയാൻ തുടങ്ങും. ചെറിയ പ്രായത്തിൽ ലൈബ്രറിയിൽ പോയി ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച് വായിക്കുന്നതും മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ ബാല്യത്തിന്റെ നനവുമാറാത്ത ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കഥയാണ് നെയ്പായസം. അന്ന് ആ കഥ വായിച്ചപ്പോൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത് ആ കുട്ടികളുടെ അമ്മ എവിടെ പോയതായിരിക്കും, എന്തായിരിക്കും തിരിച്ചു വരാത്തത് എന്നായിരുന്നു. അന്ന് ആ കഥയിലെ കുട്ടികളെ പോലെ തന്നെ ഞാൻ വളരെ ചെറുതായിരുന്നു. അപ്പോൾ എനിക്കും അതുപോലുള്ള സംശയങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നീട് എപ്പോഴോ യൗവനത്തിൽ ആ കഥ വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മരണം ഒരു മനുഷ്യനെ എത്രത്തോളം ഒറ്റപ്പെടുത്തുമെന്നും അത് ഒരു മനുഷ്യരിൽ ഉണ്ടാക്കുന്ന നഷ്ടം എത്രത്തോളമാണെന്നും. എപ്പോഴുമുള്ള മാധവിക്കുട്ടി കഥകളിലെ പോലെ വളരെ നാടകീയമായ പ്രണയരംഗങ്ങളൊന്നും നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഒരമ്മ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികളുടെ ദുഃഖവും ഒരു ഭാര്യ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭർത്താവിന്റെ ഏകാന്തതയും ഒക്കെയാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. കഥയുടെ വേറൊരു വശത്തിൽ നിന്ന് ചിന്തിച്ചാൽ ആ കുട്ടികൾ ഇനി എന്തു ചെയ്യും? ആ കുട്ടികൾക്ക് ഇനി അമ്മയില്ലല്ലോ. ചിലപ്പോൾ ഒരു പക്ഷെ അവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമായിരിക്കാം. വളർന്നു വരുംതോറും അവരവരുടെ അമ്മയുടെ അസാന്നിധ്യത്തിലും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചേക്കാം. പക്ഷെ അവരുടെ ഭർത്താവിന്റെ കാര്യം അങ്ങനെയല്ല. എല്ലാം ഭാര്യയാൽ തന്നെ ചെയ്ത് ശീലിച്ച അയാൾ ഇനി എങ്ങനെ മാറി ചിന്തിക്കും? അതൊരു മനുഷ്യന്റെ പോരായ്മയെ കൂടി എടുത്തു കാണിക്കുന്നു. തന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യയെ മാത്രം ആശ്രയിക്കുക അതൊരു പോരായ്മ തന്നെയാണ്. ആ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് നോക്കിയാൽ സ്വയം പര്യാപ്തത നേടാത്തത് കൊണ്ടും ഭർത്താവിന്റെ കീഴിൽ മാത്രം ജീവിച്ചതുകൊണ്ടും ഒറ്റപ്പെട്ട് ഒതുങ്ങിപ്പോയൊരു പെൺകുട്ടി. സ്വന്തം മരണം പോലും അവരുടെ കൺമുന്നിൽ വന്നപ്പോൾ അവർ പതറിപ്പോയിട്ടുണ്ടാവാം. കാരണം ആ അയൽപ്പക്കത്ത് കൂടി അവർക്ക് ആരെയും അറിവുണ്ടായിരുന്നിരിക്കില്ല. ഒരുപക്ഷെ അയൽവാസികളുമായി സഹകരണമോ അങ്ങനെയുള്ളൊരു മനോഭാവമോ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നേരം അവരവിടെ വീണ് കിടന്ന് മരിക്കുമായിരുന്നു. കഥയിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മാധവിക്കുട്ടി ഈ കഥ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. കഥയിലേക്ക് പോകുമ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവൾ മുറിയിൽ കുറച്ച് ചരിഞ്ഞു കിടക്കുന്നു. തല ചരിഞ്ഞു വീണതായിരിക്കുമെന്നാണ് അയാൾ ആദ്യം കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ആശുപത്രിയിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് 3 മണിക്കൂറായി. അയാൾക്ക് അകാരണമായ ഒരു ദേഷ്യം അവളോട് തോന്നി. എന്തേ അവൾ പെട്ടെന്നൊന്നും പറയാതെ പോയത്? ഇനി കുട്ടികളുടെ കാര്യമൊക്കെ ആരാണ് നോക്കുക? ആരാണ് അവരെ കുളിപ്പിക്കുക? ആരാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അയാളിൽ അവശേഷിച്ചു. എൻ്റെ ഭാര്യ മരിച്ചുപോയി, അതിന് അവധി വേണം. എത്ര നല്ല ലീവ് ആപ്ലിക്കേഷൻ ആണല്ലേ? അയാൾ മനസ്സിലും അത് തന്നെ ഓർത്തു. ചിലപ്പോൾ ആ മാനേജർ എന്നെ ക്യാബിനിലേക്ക് വിളിക്കുമായിരിക്കാം. അയാളുടെ വ്യസനം പറയുമായിരിക്കാം. അയാളുടെ വ്യസനം നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാണ്. അവളുടെ ചുരുണ്ട മുടി, അവളുടെ പതിയുള്ള നടത്തം, മങ്ങിയ ഒരു ചിരി, ഇതെല്ലാം അയാൾ ഓർമ്മയിൽ ഓർത്തെടുക്കാൻ തുടങ്ങി. അയാൾ വീട്ടിലേക്ക് ചെന്നു. 3 കുട്ടികളുണ്ട് അയാൾക്ക്. ഒരു കുട്ടി നേരത്തെ ഉറങ്ങിയിരിക്കുന്നു. ഇളയ കുട്ടി ഓടി വന്നു. അമ്മ വന്നിട്ടില്ല, ആ കുട്ടി പറഞ്ഞു. ഇവിടുന്ന് വണ്ടിയിൽ പോയ ആ ശരീരം നടന്നു വരുമെന്ന് ആ ചെറിയ കുട്ടി വിചാരിച്ചു. അവനെ തെറ്റു പറയാനാവില്ല, അവന് അത്രയും പ്രായം മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി ഉറങ്ങുകയാണ്. 2 കുട്ടികളോടായിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? കുട്ടികളില്ലാന്ന് മറുപടി പറഞ്ഞു. അയാൾ അടുക്കളയിലേക്ക് കയറി ചെന്നു. അവിടെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി, ചോറ്, ഉരുളക്കിഴങ്ങ് കറി, ഉപ്പേരി, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പായസവും. മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണങ്ങൾ. വേണ്ട, ഇവയൊന്നും നിങ്ങൾ കഴിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതിനുള്ളിൽ ഇളയ കുട്ടി നെയ്പായസം കൈയിട്ട് കഴിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ നെയ്പായസം. പിന്നീട് അയാൾ ചിന്തിച്ചു, അവൾ അവസാനമായിട്ടുണ്ടാക്കിയ ഭക്ഷണമാണ്. ഇനി ഒരിക്കലും ആ കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റില്ല. അവർ കഴിക്കട്ടെ. അവരാ ഭക്ഷണം കഴിച്ചു. ഒരമ്മയെ നഷ്ടപ്പെടുമ്പോൾ, ഒരു ഭാര്യയെ നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടാവുമെങ്കിലും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ല,
അല്ലെങ്കിൽ കുട്ടികളെ കുളിപ്പിക്കാൻ ആളില്ല എന്നൊക്കെയുള്ള ഒരു കാര്യം ഒരു ഭർത്താവിന്റെ മനസ്സിലൂടെ ഓടി വരുന്നു. വേറെ ഒരു തരത്തിലും താൻ അവളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മയും കൂടി അയാളിലേക്ക് കടന്നു വരുന്നു. അവളുമായിട്ട് അയാൾക്ക് പങ്കുവയ്ക്കാൻ വേറെ ഒരു തരത്തിലുള്ള ഓർമ്മകളുമില്ല. അയാൾ എപ്പോഴും ജോലിക്ക് പോവുകയും ജോലിക്ക് ശേഷം വീട്ടിൽ വരികയും വീണ്ടും ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എപ്പോഴാണ് അവളുമായിട്ട് കൂടുതൽ സമയം പങ്കുവെച്ചതെന്നും അയാൾക്കറിയില്ല. ഒരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓർമ്മ വരുന്നതിനെ കുറിച്ചും മാധവിക്കുട്ടി ഈ പുസ്തകത്തിലുടനീളം പറയുന്നു. സ്നേഹിക്കുമ്പോൾ അത് പ്രകടമായി തന്നെ കിട്ടണം. എന്റെ ശവക്കല്ലറയിൽ എന്റെ മരണശേഷം നിങ്ങൾ പൂക്കൾ അർപ്പിച്ചാൽ ഞാൻ അറിയുകയില്ല എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ വരികൾ അവരുടെ എല്ലാ കഥകളിലും അർത്ഥവത്തായി പ്രതിഫലിക്കുന്നത് കാണാം. മനുഷ്യന്മാർക്ക് സ്നേഹം അവർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ കൊടുക്കണം. പിന്നീടാകട്ടെ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. കഥയിലുടനീളം പറഞ്ഞു പോകുന്നതും ഈ ആശയത്തെ തന്നെയാണ്. മനുഷ്യർക്ക് എന്ത് വേണമെന്നും അവർക്കത് എപ്പോൾ കൊടുക്കണമെന്നും അറിയാത്ത ചില മനുഷ്യരുടെ കഥ. നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വില തോന്നുന്ന പല സാധനങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ അറിയാതെ പോകുന്നതാണ്. മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു കഥാതന്തു തന്നാണ് എല്ലാ കഥകളും മാധവിക്കുട്ടി അവസാനിപ്പിക്കാറ്. അത് നമ്മളിലും പ്രാവർത്തികമാക്കേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുക, ആവുന്നത്ര കാലം സ്നേഹിക്കുക. പുതിയൊരു കഥയും പുതിയൊരു കഥാകൃത്തിനെയും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.